സന്ധ്യ പൂച്ചൂടി നിൽക്കും. നമ്മൾ സ്മാരകത്തിൻ്റെ ചുറ്റുവട്ടം എല്ലാവർക്കും ഏറ്റവും നല്ല അയൽപക്ക ബന്ധത്തിൻ്റെ എല്ലാ ശക്തിയോടും കൂടി ആർജവത്തോടും കൂടി ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും എല്ലാം കഴിയുന്ന കേന്ദ്രമായി ഓഫീസിനെയും ഈ പ്രതിമാസ പരിപാടിയായി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മളൊന്ന് എന്ന പേര് കൊടുത്തത്. എല്ലാ അർത്ഥത്തിലും നമ്മളൊന്നാണ്. എല്ലാവർക്കും അറിവുള്ളതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസാണ് സഖാവി അമ്മൻ്റെ സ്മാരകമാണ്. കേരളത്തിലെ ഏറ്റവും മഹത്തായ ഒട്ടേറെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് കാരണമായ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമെല്ലാം വേദിയായിരുന്നു ഈ ഓഫീസ്. പക്ഷേ ഈ ഓഫീസ് രാഷ്ട്രീയ ചർച്ചകളുടെയും രാഷ്ട്രീയ ചിന്തകളുടെയും മാത്രം സ്ഥലമായി ചുരുക്കിക്കൊള്ളുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. സഖാവി അമ്മനടക്കമുള്ള നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ച പാഠം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനുഷ്യൻ്റെ എല്ലാ നന്മകളുടെയും ഭാഗമാണ്. അവൻ്റെ എല്ലാ സൗന്ദര്യബോധത്തിൻ്റെയും പ്രതീക്ഷകളുടെയും സർവോപരി മാനവിക മൂല്യങ്ങളുടെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഇടുങ്ങിയ വരയ്ക്കപ്പുറത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം, അതിൻ്റെ ചിന്തയും അതിൻ്റെ സങ്കല്പങ്ങളുമെല്ലാം കടന്നു പോകാൻ കാലമായി എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഈ ആശയം ഉണ്ടായത്. യമൻ സ്മാരകത്തിന് ഒരു പുതിയ മുഖച്ഛായ വന്നിരിക്കുന്നു. സഖാവ് കനൻ രാജേന്ദ്രനാണ് ഈ മുഖച്ഛായയുടെ പിറകിൽ പ്രവർത്തിച്ച ബുദ്ധി എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഈ പുതിയ മുഖച്ഛായയിൽ യമൻ സ്മാരകം പ്രവർത്തിക്കുമ്പോൾ അകത്തുണ്ടായ എല്ലാ സൗന്ദര്യത്തിൻ്റെയും സൗകര്യങ്ങളുടെയും എല്ലാം കൂടെ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നായി ഞങ്ങളെല്ലാം കണ്ടത് മുമ്പിൽ കാണുന്ന ഈ പുൽത്തകടിയാണ്. ഇതുപോലെ ഒരു പുൽത്തകടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ ഇല്ല. ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ പാർട്ടി ഓഫീസും ഈ ഓഫീസിൻ്റെ ചുറ്റുവട്ടങ്ങളും ഈ പുൽത്തകടിയുമെല്ലാം മനുഷ്യരോട് സ്നേഹമുള്ള എല്ലാവരുടെയും കലയെ, സാഹിത്യത്തെ, സംസ്കാരത്തെ എല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സംഗമസ്ഥാനമായി മാറാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പാർട്ടി ഓഫീസിലെ സഖാക്കൾ ആലോചിച്ചപ്പോൾ ഈ ഒരാശയം പൊന്തി വന്നത്. എല്ലാ മാസത്തിൻ്റെയും ഒരു ദിവസം ഇവിടെ ഒരു സാംസ്കാരിക കൂട്ടായ്മ ഉണ്ടാക്കണം. ഈ ഓഫീസിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഇവിടെ സ്വാഗതമുണ്ടായിരിക്കും. അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ബാധകമല്ല. ഈ യമൻ സ്മാരകത്തിൻ്റെ ചുറ്റുവട്ടം എല്ലാവർക്കും ഏറ്റവും നല്ല അയൽപക്ക ബന്ധത്തിൻ്റെ എല്ലാ ശക്തിയോടും കൂടി ആർജവത്തോടും കൂടി ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും എല്ലാം കഴിയുന്ന കേന്ദ്രമായി ഓഫീസിനെയും ഈ പ്രതിമാസ പരിപാടിയായി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മുൻകൈക്ക് നമ്മളൊന്ന് എന്ന പേര് കൊടുത്തത്. എല്ലാ അർത്ഥത്തിലും നമ്മളൊന്നാണ്. ആ നമ്മളൊന്ന് എന്ന് പറയുമ്പോൾ നാം നമ്മുടെ നാടിൻ്റെ എല്ലാ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയും ജനകീയ പ്രക്ഷോഭങ്ങളെയും നാടിൻ്റെ മുന്നേറ്റങ്ങളെയും നേട്ടങ്ങളെയും എല്ലാം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് നമ്മളൊന്ന് എന്ന ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ പിറവിയും വളർച്ചയുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഇതിൻ്റെ ആരംഭം എന്ന് കുറിക്കുമ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും സാംസ്കാരിക പ്രബുദ്ധരായ എല്ലാ ജനങ്ങൾക്കും മറക്കാൻ കഴിയാത്ത 3 വലിയ മനുഷ്യരുടെ ഓർമ്മകൾ നമ്മളെല്ലാവരെയും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്.
അവർ 3 പേരും പല രൂപത്തിലും ഇന്ത്യയിലെ ജനകീയ കലാപ്രസ്ഥാനത്തിന് സ്വന്തം വിയർപ്പും സ്വപ്നവും കണ്ണീരും ചോരയുമെല്ലാം നൽകിയവരാണ്. MP ശ്രീനിവാസൻ, സലിൽ ചൗധരി, ഋത്വിക് ഘട്ടക്, ഈ 3 പേരും ഇന്ത്യൻ സിനിമയുടെയും ഇന്ത്യൻ കലകളുടെയും ക്ഷേത്രത്തിലെ മാഞ്ഞു പോകാത്ത നാമങ്ങളാണ്. അവരെല്ലാം കല, സാഹിത്യം ഇതെല്ലാം ജനതയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ രംഗത്ത് ഏറ്റവും പ്രതിഭയുടെ സൂക്ഷിപ്പുകാരായി ജീവിച്ചവരാണ്. ആ പ്രതിഭകൾ നമ്മുടെ കലാരംഗത്തിന്, സാഹിത്യത്തിന്, സിനിമയ്ക്ക് എല്ലാം കൊടുത്ത നവചൈതന്യം ആർക്കും മറക്കാൻ കഴിയില്ല. ആ 3 വലിയ കമ്മ്യൂണിസ്റ്റുകാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും ഓർമ്മകളുടെ വർഷത്തിൽ അവരെ 3 പേരെയും ഓർത്തുകൊണ്ടാണ് ഈ നമ്മളൊന്ന് എന്ന സാംസ്കാരിക കൂട്ടായ്മയുടെ ആരംഭം കുറിക്കേണ്ടതെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഈ ദിനത്തിൽ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. സാധ്യമായിടത്തോളം അടുത്തുള്ള എല്ലാ വീടുകളിലും നേരിട്ട് പോയി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വിട്ടുപോയത് ഞങ്ങളുടെ വീഴ്ച, അത് മാപ്പാക്കണം. എന്തായാലും ഈ ഓഫീസ് സഹൃദയരായ, നീതിബോധമുള്ള, മനുഷ്യത്വമുള്ള എല്ലാവരുടെയും ഒരു ഓഫീസായി മാറണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്മാർത്ഥമായി കൊതിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആരംഭം കുറിക്കുന്ന നമ്മളൊന്ന് എന്ന ഈ സാംസ്കാരിക സമന്വയത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സഹോ സന്തോഷ് ഇവിടെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കുന്നു. ദീർഘമായി വേറൊന്നും പറയാനില്ല. ഈ സംരംഭം ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടേതല്ല, നിങ്ങളുടേതാണ്. ഈ പാർട്ടിയും ഞങ്ങൾ പറയുന്നു നിങ്ങൾക്കെല്ലാം അവകാശപ്പെട്ട പാർട്ടിയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ദിനങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകൾ തോറും ചെന്ന് പാർട്ടിയുടെയും LDFിൻ്റെയും പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളെപ്പറ്റിയും കോട്ടങ്ങളെപ്പറ്റിയും വിജയങ്ങളെപ്പറ്റിയും കുറവുകളെപ്പറ്റിയും ചോദിക്കാനും അറിയാനുമൊക്കെ ശ്രമിച്ചത്. അതിൻ്റെ എല്ലാം പാഠങ്ങൾ തീർച്ചയായിട്ടും ഇടതുപക്ഷവും പാർട്ടിയും ഉൾക്കൊള്ളും. ജനങ്ങളെ അങ്ങനെ കാണുമ്പോഴേ, വലിയവർ അവരാണെന്ന് മനസ്സിലാക്കുമ്പോഴേ ഇടതുപക്ഷം വാസ്തവത്തിൽ ഇടതുപക്ഷമാകുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം. ആ ബോധവും നിങ്ങളെപ്പോഴും നയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി പ്രേരണ കൊണ്ടാണ് നമ്മളൊന്ന് എന്ന ഈ കൂട്ടായ്മയും ആരംഭിച്ചതെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്ന് ഒരു ചെറിയ കലാപരിപാടി ഉണ്ടാകും. അത് യുവകലാസാഹിതിയുടെയും ഇപ്റ്റയുടെയും ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എത്രമാത്രം ബന്ധപ്പെട്ട സാംസ്കാരിക നാമങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം നമുക്ക് മറക്കാനാകാത്ത സഖാവ് ദേവരാജൻ്റെ നാമധേയത്തിലുള്ള ശക്തിഗാഥയും അതിൻ്റെ എല്ലാ പ്രവർത്തകരാണ് ഇവിടുത്തെ പാട്ടുകാർ. അവരാരും പ്രൊഫഷണൽ പാട്ടുകാരല്ല. അത്തരം ടീമിൽ പാടാൻ പോകുമ്പോഴും ചിലപ്പോഴവർ ആ പാതയിലേക്ക് ട്രാക്ക് തെറ്റി വീണു പോവുകയില്ല. അവരെല്ലാം ജനകീയ കലാകാരന്മാരാണെന്നുള്ള ഉറപ്പോടു കൂടിയാണ് അവരെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. അവരും നമ്മുടെ ഭാഗമാണെന്ന് അറിയിക്കട്ടെ. അവർക്കും സ്വാഗതം.
കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ, യുവകലാസാഹിതി, ദേവരാജൻ ശക്തിഗാഥ, ഈ ടീമിൻ്റെ വളരെ നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സദ്യ തന്നെ ഒരുക്കിയ ഈ ഒരു സായാഹ്നത്തിൽ അവർക്ക് എല്ലാവർക്കും, ഇതിലെ കലാകാരന്മാർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും സിജിത ചേച്ചി, അവർക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ നമ്മളൊന്ന് എന്ന ഈ കൂട്ടായ്മയുടെ, നമ്മളുടെ എല്ലാവരുടെയും ഈ കൂട്ടായ്മയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി വരുന്ന മാസങ്ങളിലും ഈ ഇത്തരം പരിപാടികൾ തുടർന്നും ഉണ്ടാകും. അപ്പോൾ എല്ലാവരെയും ഈ ഒരു വേളയിൽ എല്ലാവരെയും വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും അറിയിപ്പുകൾ ഉണ്ടാവും എങ്കിൽ പോലും എല്ലാ മാസവും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ MN സ്മാരകവും ഈ പുസ്തകടിയും എല്ലാ മാസവും നിങ്ങളെ കാത്തിരിക്കും.